സലാങ്ക അടിയത്തെ മുട്ടൊക്കെ എന്താ പാട്? ഒന്നുകൂടി നല്ല ടൈറ്റ് ആക്കി ദമ്മാക്കി വെച്ചായിട്ടാ, നല്ല പെർഫെക്റ്റ് ആക്കിട്ട് നല്ല സെറ്റ് ആക്കി വെച്ചാളി. ഇടക്കിടക്ക് കോൺക്രീറ്റ് ഇടുമ്പോഴേ അതിന്റെ ചളി നോക്കണ്ട, അത് തോർത്തുകൊണ്ട് എടുത്തേണ്ടതാ. അങ്ങനെയാണ് നടന്ന് പോയിക്കൊണ്ടിട്ടാ. അതിന്റെ അടി കൂടി വന്നാണ്ടേ. അപ്പോളേ മക്കളെ റാത്തല്ല, സലാങ്ക താഴത്താട്ടാ. എന്താ വെച്ചാൽ ഇടക്കിടക്ക് പോയേക്കണം ഇതിന്റെ ചോട്ട്. പിന്നെതാ ഈ കമ്പി ഇത് പണിയെടുത്തപ്പോൾ പലവർക്കും പല അഭിപ്രായം. ഞാൻ എന്നാലും ജസ്റ്റ് ഇതാ വീഡിയോ കാണിച്ചു തന്നപ്പോൾ ഇത്ര ഗ്യാപ്പ് ഉണ്ട്, അത്ര ഗ്യാപ്പ് ഉണ്ട്, ഇതിമ കൂടി ലോറി കയറൂല, ഇതിമക്ക് ലോറി കയറൂല, ബസ് കയറൂല, ഇതൊക്കെയാണ് ആൾക്കാർക്ക് അഭിപ്രായം കമന്റ് ബോക്സിൽ. ഇതിമ കൂടി നിങ്ങൾ JCB കയറ്റിക്കോളി. വേണ്ട അതിമ കൂടി ക്രെയിന് ഇവിടെ സലാമാക്കല്ലേ ക്രെയിൻ്റെ ആള്, റിലാക്സ് ക്രെയിൻ്റെ ആളാരാ? സലാമാക്കാൻ്റെ ക്രെയിൻ ഇവിടെ അടുത്താണ്. ഈ പണി കഴിഞ്ഞ ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് ഇതാ ഇതിമ കൂടി റിലാക്സ് ക്രെയിൻ കൊടുത്തിട്ട് കയറ്റിയിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോണ്ടി. എന്താ പറയുക 16 കമ്പിയാണ് ഇങ്ങനെ കൊടുത്തത്, 1 അമ്പാണ് ഇങ്ങനെ ഏത് സ്പാൻ ഉള്ളത്. ഇതാണ് സ്പാൻ. ഇതിൻ്റെ 1 അമ്പിന് 16 ഫുൾ കമ്പി കംപ്ലീറ്റ് മെയിൻ ബാർ കംപ്ലീറ്റ് ഇതാ കംപ്ലീറ്റ് കമ്പിയും 16. പിന്നെ നമ്മൾ എടുക്കുന്ന പണി കള്ളത്തര ചെയ്യാതെ എടുക്കുള്ളൂ. അത് നമ്മൾ പണി തുടങ്ങുമ്പോൾ നിങ്ങൾ ഓരോരോ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, നിങ്ങൾക്കും മനസ്സിലാവില്ല, നമ്മൾക്കും മനസ്സിലാവില്ല. അപ്പോൾ എന്താ പറയുക അത് എങ്ങനെ വരുന്നതെന്നും കൂടി നിങ്ങൾ വിലയിരുത്തണം. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ശരിക്കും ചോദിക്കാനും വേണം ഇനി കമ്പി ഇടാനുണ്ടോയെന്ന്. അപ്പോൾ ഇനി ഇതിന്മേൽ ചെയ്യാനുള്ള പണി എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ഈ ഒരു കല്ല് നമ്മളിപ്പോൾ മിഞ്ഞാന്ന് പൊളിച്ചെടുത്താനുള്ള ഈ പൊളിച്ചെടുത്ത കല്ലിന് കറക്റ്റ് ഇവിടെ 2 പില്ലർ 6 റിങ് ഇട്ടാണ്ട് പില്ലർ ഇതിന് കറക്റ്റ് ആക്കിയിട്ടാണ് വെച്ച് കൊടുത്താൽ എന്തായിരുന്നാ ഇത് കല്ല് പടുത്തിൻ്റെ ദിവസം ഇവിടെ പെട്ടി അടിച്ചിട്ട് കുടുക്കി കഴിഞ്ഞാൽ ഇതിന് ഒരു കാലത്തും ഒരു കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ ഇപ്പം തന്നെ ചെയ്യണം കേട്ടോ. അതേപോലെ ഈ സൈഡിൽ 6 റിങ് ഇട്ടാണ്ട് നല്ല ബിറ്റ് വെച്ച് കെട്ടി ഈ യെല്ലോ അടിച്ചാണ്ട് കമ്പി ഇതിന് ഉള്ളിലാക്കി ഉള്ളിലാക്കിയിട്ട് പെർഫെക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നും വരില്ല. പിന്നെ ഏറ്റവും ഡേഞ്ചർ എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് മുട്ട് പോകുന്നുള്ളതാണ്. അല്ലാതെ ഒരു പേടിയും ഒരാളും പേടിക്കണ്ട. ഏത് വണ്ടി എന്ത് ചെയ്യും ഇതിമോട് കയറും. ഏകദേശം ഇപ്പോൾ 1 2 3 4 5 മീറ്ററും 5.30. ഇതിൻ്റെ ചുണ്ട് എത്ര ഉണ്ട്? 5.50 അടുത്തേക്ക് ഉണ്ടാവും. 5.5 മീറ്ററിൻ്റെ അടുത്തേക്ക് എന്തുണ്ട് വണ്ടി കയറാനുള്ള സെറ്റപ്പ് ഇങ്ങനെ ചിറകാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തേക്കണേ. പിന്നെ എന്തിനാ പേടിക്കണേ? ഏത് വണ്ടി മضبൂത്തായിട്ടാണ് കയറി പോവാം. പിന്നെ ഇവിടെ അവിടെ കോൺക്രീറ്റ് ഇടുമ്പോൾ ലേശം എന്ത് ചെയ്യും, അവിടെ നമുക്ക് കുറച്ചാണ്ട് കയറ്റിയിട്ട് ഇട്ടുകൊടുക്കും. പിന്നെ ഇവിടെ നമുക്ക് കൂടുതൽ താത്താൻ പറ്റില്ല, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ശരിക്കും ഇവിടെ ഒരു ആണിക്കനാക്കി താത്തി കൊടുക്കുക. അപ്പോൾ ഓര് പറഞ്ഞാൽ എന്താ പറയുക, സെമീറജി താത്തണ്ട, എല്ലായിടത്തും ഈ റോഡ് പൊന്തുമ്പോൾ പ്രശ്നമാണ്. ഈ റോഡ് പൊന്തിക്കുമ്പോൾ നല്ല പൊന്തിക്കാണ്. കാരണം വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇതിൻ്റെ മേലെ കൂടിയാണ് വരുന്നത്. പിന്നെ ടോപ്പിന് വെള്ളം ഒഴിക്കുന്ന പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, അവർ കുറച്ച് ഇവിടെ പൊക്കിയിട്ട് കൊടുത്താൽ വേണ്ടിയില്ല എന്ത് ചെയ്യണ്ട, ഇത് ഇവിടെ താത്തണ്ട, അവിടെ പൊക്കിയിട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പൊക്കിയിട്ട് നേരെ എന്ത് ചെയ്യുക, ഇങ്ങനെ കൊടുത്തിട്ട് ഇതിമൊക്കെ ഒതുക്കി കൊടുക്കുക ഇതിമക്ക്. പിന്നെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഈ അമ്പൂട്ടാൻ ചിലപ്പം ബട്ടൻ്റെ വരും. ഇതിമാണെങ്കിലോ നല്ല സെറ്റപ്പിലുള്ള കായ്ച്ചിനുണ്ട്. അപ്പോൾ അതുള്ളൂ വിഷമം, വേറെ ഒരു കാര്യത്തിലൊരു വിഷമം. അതേപോലെ തന്നെ ഈ വീടിൻ്റെ മറി ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ആയിട്ട് എടുക്കാതിന് മുത്ത് ഈ ജനൽ കാണിച്ചു കൊടുത്താൽ ഇത് കറക്റ്റ് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ കണ്ടാ ഇതിങ്ങനെ മറി ഇങ്ങനെ ഒഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇതാണത് ഈ മറി ഇതെവിടെ പിള്ളേരിങ്ങനെ പിള്ളേരുള്ളൂ. എന്നാലും ഇതിൻ്റെ മെയിൻ ഡോർ മെയിൻ ഡോർ കണ്ണിങ്ങിൽ എന്ത് ചെയ്യും, ഓപ്പൺ ആവും, ഒഴിഞ്ഞാണ്ട് കിടക്കും. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒരു മതിൽ പൊളിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, വീടിനൊരു തുറസായ സംവിധാനം ഉണ്ടാക്കണവും കൂടി എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തണം കേട്ടോ. കാരണം എന്താ പറയുക, ആ വീട്ടിൽ നിന്ന് നേരെ ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ റോട്ടുമ്മക്ക് ഓപ്പൺ ആയി കിടക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ സലാങ്ക എന്താ പാട്? അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അപ്പോൾ സലാങ്ക ഇതിൻ്റെ ചോട്ടാട്ടുള്ളത്. സലാങ്ക എന്താ വട്ടം? കേക്കും കൂടിയാണ് ഉണ്ണത്ത് ലോങ്ങിലാണ്, നല്ല ടൈറ്റ് ആക്കി വെക്കും മുട്ടകള്. ആന അടിക്കണേ, ആന അടിച്ച് വെച്ചായിട്ടാ. അപ്പൊ സെറ്റ് ഇൻഷാല്ല. എന്താ ചെയ്യാ, ഞങ്ങൾ വാർപ്പിന്റെ പരിപാടി കൊടുക്കാം. സെൽവണ്ണ തുടങ്ങല്ല. അപ്പോൾ എന്താ ചെയ്യാ, ഞങ്ങളവിടെ തുടങ്ങാനുള്ള പരിപാടിയിലാണ്. സെറ്റ്.